ഇന്ത്യയിലെ എല്ലാ ബ്ലോക്കിലും 2 സ്കൂളുകൾ വീതം തെരഞ്ഞെടുത്ത് പ്രധാനമന്ത്രി പ്രത്യേക ഫണ്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് PM ശ്രീ. ഒരു ബ്ലോക്കിൽ 2 സ്കൂൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് 360 സ്കൂളുകൾ വരും. ഈ ഓരോ സ്കൂളിനും 80 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ സഹായം കിട്ടും. ഈ സഹായത്തിൽ 60% കേന്ദ്രം നൽകുന്നത്, 40% കേരളം എടുക്കണം. ഈ വിഹിതത്തിന് വേണ്ടിയാണോ ഇപ്പോഴത്തെ വിവാദത്തിൽ ചെന്ന് ചാടിയത് എന്ന ചോദ്യം പ്രസക്തമാണ്. സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ വിഹിതമല്ല, നേരെ മറിച്ച് ഇതിൽ ഒപ്പുവച്ചില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ മറ്റു പല പദ്ധതികളിലും നൽകാനുള്ള പണം നൽകില്ല. സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് ആ പണം വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല എന്നാണ് സംസ്ഥാനത്തിന്റെ വാദം. എന്നാൽ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും തമിഴ്നാടും ബംഗാളും ഒന്നും അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു, കേന്ദ്രത്തിന് വഴങ്ങിയിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴങ്ങുന്നത് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സർക്കാരും CPM-ഉം വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതാണ്. സംസ്ഥാനത്തിന് വികസനം മുരടിച്ചു പോകും, അതുകൊണ്ട് സംസ്ഥാനത്തിന് മുൻപിൽ വഴികളില്ല. 2, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ടല്ലോ. ഇത് രണ്ടും തെറ്റാണ്. ഈ പദ്ധതിയിൽ ചേർന്നില്ലെങ്കിൽ ഇതിന് വിഹിതം കിട്ടില്ല എന്ന് പറയുന്നതിൽ യുക്തിയുണ്ട്. എന്നാൽ ഈ പദ്ധതിയിൽ ചേരാത്തത് കൊണ്ട് മറ്റേതെങ്കിലും പദ്ധതിയുടെ പണം തടഞ്ഞു വയ്ക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ കോടതിയിൽ പോയി അത് നേടിയെടുക്കാനുള്ള ഇച്ഛാശക്തി ഈ സർക്കാരിന് ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് നുണയാണ്, ഇതൊരു ഡീലിന്റെ ഭാഗമാണ്. അത് മറച്ചു വയ്ക്കാൻ വേണ്ടി അവർ കേന്ദ്രത്തെ കുറ്റം പറയുന്നതാണ്. രണ്ടാമത്തെ വാദം, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കുന്നുവെന്നാണ്. അവർ പറഞ്ഞ് ഹിമാചലിലും കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്, അവരവിടെ നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ എന്ന്. വിവരക്കേടാണ് പറയുന്നത്. അവിടങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തല്ല ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഈ 3 സംസ്ഥാനങ്ങളിലും ഭരിച്ചിരുന്നത് BJP ആയിരുന്നു. BJP സർക്കാരാണ് ഒപ്പുവെച്ചത്. അത് ഒരിക്കലും ഒപ്പുവെച്ചാൽ പിന്മാറാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നുണയാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. 2 ഉണ്ട് കാരണം. ഒന്നാമത്തേത്, വലിയ തോതിൽ സാമ്പത്തിക സഹായം കേന്ദ്രം നൽകുമ്പോൾ അത് വേണ്ടെന്ന് വയ്ക്കേണ്ടതില്ല. നിരവധി പദ്ധതികൾ കേന്ദ്രം അവരുടേതായ രീതിയിൽ ആവിഷ്കരിക്കുമ്പോൾ അതിനോടൊക്കെ ചീഞ്ഞ രാഷ്ട്രീയത്തിന്റെ പേരിൽ മറുതിരിഞ്ഞു നിന്നാൽ നഷ്ടം സംസ്ഥാനത്തിനാണ്. അതാണ് സംസ്ഥാനം ചെയ്തുകൊണ്ടിരുന്നത്. അത് തിരുത്തുന്നത് സന്തോഷകരമാണ്, ഒരു തെറ്റുമില്ല. 2, ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയിൽ വലിയ പൊളിച്ചെഴുത്ത് വരുത്തിക്കൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അത് നടപ്പിലാക്കാനുള്ള ഉപാധിയായാണ് വാസ്തവത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണം. എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ പാടില്ല, അത് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ അടിച്ചേൽപ്പിക്കലാണ് എന്ന് പറഞ്ഞ് പലതവണ ലേഖനം എഴുതിയിരിക്കുന്ന CPIM, എന്ന് പറഞ്ഞ് മധുര പാർട്ടി കോൺഗ്രസിൽ പോലും പ്രമേയം പാസാക്കിയ CPIM ഈ പദ്ധതിക്ക് ഒപ്പിട്ടതാണ്. ഇതിന് കൊടി പിടിച്ചതാണ് വിവാദത്തിന് കാരണം.